പോയ വർഷം സംഭവ ബഹുലമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മോദി യുഗം അവസാനിച്ചു എന്നും ബി.ജെ.പിയുടെ കാലം കഴിഞ്ഞുവെന്നുമൊക്കെ മാധ്യമങ്ങൾ നിരന്തരം എഴുതിപ്പിടിപ്പിച്ചൊരു വർഷം. 2014 ശേഷം ബി.ജെ.പിയുടെ സാധാരണ അണികൾ പോലും കിതച്ചതും പകച്ചതുമായ വർഷം. ആ വർഷത്തിൻ്റെ കണക്കെടുപ്പ് അവസാനിക്കുമ്പോൾ ബി.ജെ.പിക്ക് മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണോ സംഭവിച്ചത് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഏതായാലും സംഭവ ബഹുലം തന്നെ ആയിരുന്നു ഈ 2024. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി.ജെ.പിയുടെ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നായ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് 2024. ഒപ്പം 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024. ഒപ്പം 400 സീറ്റ് എന്ന വലിയ ടാർഗറ്റ് പ്രഖ്യാപിച്ച് പോരിനിറങ്ങിയ മോദിക്കും കൂട്ടർക്കും 240 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നതും ചത്തുകിടന്ന കോൺഗ്രസിന് ജീവൻ വെച്ചതും 2024. പക്ഷേ ബി.ജെ.പിയെ എഴുതിത്തള്ളിയ മാധ്യമങ്ങൾ 2024 മനസ്സിരുത്തി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചില പോയിന്റുകൾ മാത്രം ഞങ്ങൾ പറയുന്നു. ഒഡീഷ ഈ 2024 തിരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനമാണ്. 24 വർഷത്തെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി ഒഡീഷ ബി.ജെ.പി പിടിച്ചെടുത്തു, ഭരണം ആരംഭിച്ചു. 8 സംസ്ഥാനങ്ങളിലാണ് 2024 തിരഞ്ഞെടുപ്പ് നടന്നത്. ആ 8 സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങളാണ് ബി.ജെ.പിക്ക് നഷ്ടമായത്. അതിലൊന്ന് ജമ്മു കാശ്മീരും മറ്റൊന്ന് ജാർഖണ്ഡുമായിരുന്നു. പക്ഷേ ബി.ജെ.പി തോറ്റു തുന്നമ്പാടുമെന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കണ്ടത് അക്ഷരാർത്ഥത്തിൽ തന്നെ RSS മാജിക് എന്ന് പറയേണ്ടി വരും. ഒഡീഷയും അരുണാചൽ പ്രദേശും ആന്ധ്രാപ്രദേശും സിക്കിമും ജമ്മു കാശ്മീരും ജാർഖണ്ഡും ഹരിയാനയും മഹാരാഷ്ട്രയും ഒക്കെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ 8-ൽ 6 നേടിയത് ബി.ജെ.പി ആയിരുന്നു. മറ്റൊന്നുകൂടി ബി.ജെ.പിക്കാർ തെളിയിച്ചു, മോദി ഇല്ലെങ്കിലും തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദിയെ അധികം കണ്ടില്ല, അമിത്ഷായും അധികമുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ പ്രചരണങ്ങളിൽ നിറഞ്ഞു നിന്നത് യോഗി ആദിത്യനാഥായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പ്രസ്താവന മുദ്രാവാക്യമായി ചുവരുകളിൽ തിളങ്ങി നിന്നു. അതായത് ഭിന്നിച്ച് നിന്നാൽ നാം ഇല്ലാതാകും, ഒന്നിച്ചു നിന്നാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. ഏതായാലും ആ മുദ്രാവാക്യത്തിൻ്റെ ബലത്തിൽ മഹാരാഷ്ട്രയും ഹരിയാനയും ജയിച്ചു കയറുന്ന കാഴ്ച നാം കണ്ടു. കോൺഗ്രസ് ആട്ടെ പതിവ് ഡ്രാമയുമായി മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. കോൺഗ്രസ് ഏതായാലും പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് കോൺഗ്രസിന് ഇപ്പോഴുമുള്ളത്. ഏതായാലും നമുക്ക് അവരെ എഴുതിത്തള്ളാൻ കഴിയില്ല, കാരണം അവർ തുടക്കക്കാരിയാണ്. തുടക്കം വന്നതേ ഉള്ളൂ. ഇനി 2025 കയറുമ്പോഴേക്കും എന്താണ് പെർഫോമൻസ് എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കോൺഗ്രസ് ഏത് രീതിയിൽ മുൻപോട്ട് പോകുന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ 2025 തുടക്കത്തിലേക്ക് ഒരു ശുഭകരമായ ചില സൂചനകളും ബി.ജെ.പിക്ക് അനുകൂലമായി വരുന്നു. അതിലൊന്ന് തെലുങ്കാനയാണ്. ഒരുപക്ഷെ തെലുങ്കാന സർക്കാർ വീണേക്കാം, കർണാടക സർക്കാർ വീണേക്കാം. ഇതിനൊക്കെയുള്ള ചരടുവലികൾ നടക്കുന്നു എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി അന്തരീക്ഷത്തിലുരുന്ന അഭ്യൂഹങ്ങളാണ്. ഏതായാലും അഭ്യൂഹങ്ങൾ സത്യമാകുമോ എന്ന് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും മോദിക്ക് നിറം മങ്ങിയില്ല, പക്ഷേ ബി.ജെ.പിക്ക് അല്പം നിറം കൂടിയോ എന്നൊരു സംശയമാണ് 2024 അവസാനിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.